രാത്രി നിന്റെ പപ്പ ഇല്ലല്ലോ എന്ന് പറയട്ടെ. ഇട്ടിപ്പെട്ട് സാധനം വളഞ്ഞത് തന്നെ കേട്ടോ. ഇവിടെ സേഫ് അല്ല. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന പരാതിയിൽ തൃക്കണ്ണൻ കസ്റ്റഡിയിൽ. എന്റെ കർത്താവേ, ഇത് എവിടെ നോക്കിയാലും ഇത് തന്നെയാണല്ലോ. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ ഹാഫിസ് ആണ് കസ്റ്റഡിയിലായത്. ആലപ്പുഴ സ്വദേശിയായ യുവതി നൽകിയ പരാതിയിലാണ് നടപടി. വലിയ നിലവിലുള്ള ആളല്ലേ, എല്ലാവരും അറിയട്ടെ. പക്ഷെ സാധാരണക്കാരൻ ഇവനിട്ട് 2 ഇടി കിട്ടണമെന്ന് ആഗ്രഹിക്കും. വിവാഹ വാഗ്ദാനം നൽകി റീൽസ് എടുത്ത് കൂടെ കൂട്ടി പീഡിപ്പിച്ചു എന്നാണ് പരാതി. വിവാഹ വാഗ്ദാനം നൽകി റീൽസ് എടുത്ത് കൂടെ കൂട്ടി പീഡിപ്പിച്ചു എന്നാണ് പരാതി. നീ എന്നെ കുറിച്ച് ഓർത്തോ? നമ്മുടെ അച്ഛനെ കുറിച്ച് ഓർത്തോ? അതെന്തിനാ? നീ മിണ്ടരുത്, ഇത് ഞങ്ങളുടെ ഫാമിലി മാറ്ററാ. ഇതൊക്കെ എന്റെ തലയിലാവൂലോ. പിന്നെ നീ കയറിയേക്കോ? സോഷ്യൽ മീഡിയയിലെ സ്വാധീന ശക്തികളിൽ ഒരാൾ കൂടി അകത്തായിട്ടുണ്ട്. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന പരാതിയിൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ തൃക്കണ്ണൻ എന്ന ഹാഫിസ് പിടിയിൽ. ആലപ്പുഴ സൗത്ത് പോലീസാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ഇവനെയൊക്കെ വള്ളിച്ചൂടിനടിക്കാൻ ഇവിടെ ആളില്ലാഞ്ഞിട്ടാ. മുഹമ്മദ് ഹാഫിസ് എന്നാണ് ഇയാളുടെ പേര്. ഇയാൾക്ക് ഇൻസ്റ്റാഗ്രാം ഐ ഡി ഉണ്ട്. 3,51,000 ഫോളോവേഴ്സുള്ള ഇൻസ്റ്റാഗ്രാം ഐ ഡി ആണ് ഇയാൾക്ക്. തൃക്കണ്ണൻ എന്നാണ് പേര്. നീ എന്തിനാണ് റോട്ടിൽ കൂടെ പോണേ എന്നെയൊക്കെ പിടിക്കണത്? നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിട്ട്. ഇയാൾ ഇതുപോലെ നിരവധി പെൺകുട്ടികളെ ഇതുപോലെ റീൽസ് എടുക്കാമെന്ന് പറഞ്ഞ് കുട്ടികളെ പറ്റിക്കുകയാണ് ചെയ്യുന്നത്. ഈ ബന്ധങ്ങൾക്ക് ശേഷം കുറച്ച് വഴക്കുകളും കാര്യങ്ങളും ഉണ്ടായി. അതിനുശേഷം ഈ കുട്ടിയായിട്ട് പിരിഞ്ഞു എന്നാണ് പറയുന്നത്. ചക്കര കൊടുത്ത് കൈത്തവരുണ്ടോ? ഉണ്ടോന്നോ? അതില്ല. എങ്കിൽ അവനെ ഞാൻ പൊക്കും. 3 ലക്ഷം ഫോളോവേഴ്സിനെയും വെച്ച് ഇത്തരത്തിൽ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കലായിരുന്നു ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട വിനോദം. 25 വയസ്സുകാരനായ തൃക്കണ്ണൻ എന്ന ഹാഫിസ് സജീവിന് വലിയ വിദ്യാഭ്യാസമില്ലെങ്കിലും ഇൻസ്റ്റാഗ്രാമിൽ 3,60,65,000 ഫോളോവേഴ്സ് ഉണ്ട്. അത്രത്തോളം തന്നെ വരുമാനം സോഷ്യൽ മീഡിയയിൽ ലഭിക്കും. കോടീശ്വരനാണെങ്കിലും അതിന്റെ അഹങ്കാരമൊന്നും ഇല്ലാത്ത ആളാ. പിന്നെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ്. ഇയാൾക്കെതിരെ നേരത്തെയും പരാതി ആലപ്പുഴ സൗത്ത് പോലീസിന് ലഭിച്ചിരുന്നു. ഇയാളെ സംബന്ധിച്ച് സൗത്ത് പോലീസ് പറയുന്നത് ഇയാളുടെ വീടിന് സമീപത്ത് തന്നെ മറ്റൊരു വീട് ഇയാൾ വാടകയ്ക്ക് എടുത്തിട്ടുണ്ട്. ഈ വാടകയ്ക്കെടുത്ത വീട്ടിലാണ് ഈ റീൽസിന്റെ എഡിറ്റിംഗും ഒപ്പം തന്നെ മറ്റ് കലാപരിപാടികളൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട കലാപരിപാടികൾ നടക്കുന്നത്. ഐഡിയ ഇസ് നോട്ട് സോ ബാഡ്. നീ എന്താണ് ഉദ്ദേശിക്കുന്നത് വത്സ? വാസുട്ട ഇതല്ല. എത്ര ലജ്ജാവ. സിനിമയിൽ സൽഗുണ സമ്പന്നൻ, ജീവിതത്തിൽ മഹാപോക്രികളും ഇമാതിരി തീട്ട കേസുമായിട്ട് എന്റെ സ്റ്റേഷനിലോട് വന്നേക്കരുത്.